അഭിമാന നാമധേയം യുവന്റസ് തോട്ടുമുറി പാഴൂർ അഭിമാനപൂർവ്വം സംഘടിപ്പിക്കുന്ന 1ാമത് ജനകീയ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സലാമത്ത് മെഡിക്കൽ സെന്റർ റിയാദ് ജേതാക്കൾക്ക് സമ്മാനിക്കുന്ന വിന്നേഴ്സ് പ്രൈസ് മണിക്കും ഫ്ലൈ വീൽസ് ആൻഡ് ഇൻഫിനിറ്റി കാർസ് വെട്ടിച്ചിറ സമ്മാനിക്കുന്ന റണ്ണേഴ്സ് പ്രൈസ് മണിക്കും വാവാട്ട് ഹമീദ് ആൻഡ് തെക്കയിൽ സത്താർ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും നാരങ്ങാടി പുലക്കുത്ത് സലീം ആൻഡ് കാവുങ്ങൽ വിഷ്ണു മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള യുവന്റസ് തോട്ടുമുറി ആതിഥ്യമരുളുന്ന ഈ കാൽപന്താരവങ്ങളിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ കളിയാസ്വാദകർക്കും ടൂർണമെന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ സ്നേഹോഷ്മളമായ സ്വാഗതം. യുവന്റസ് തോട്ടുമുറി 1ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പാഴൂരിൽ തുടക്കമായി. പാഴൂരിലെ ചാത്തമംഗലം പഞ്ചായത്ത് ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വളർന്നുവരുന്ന കായിക താരങ്ങളുടെ പരിശീലനത്തിനും വേണ്ടിയാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ഒരു മാസക്കാലം ഗ്രാമപ്രദേശത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് ഉത്സവ പ്രതീതി സമ്മാനിച്ചു നടക്കുന്ന ടൂർണമെന്റിൽ 16 ടീമുകൾ ഏറ്റുമുട്ടും. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും കളിക്കാരുമായി പരിചയപ്പെടുകയും ചെയ്തു. തീർച്ചയായും ചെറുപ്പക്കാർക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനിയും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഈ പ്രദേശത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പ്രദേശമാണ്. ഇത്തരത്തിലുള്ള കളികളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാം മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കാറുള്ളത്. എല്ലാവർക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ടൂർണമെന്റ് വളരെ നന്നായി അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം EP വത്സല അധ്യക്ഷത വഹിച്ചു. ബഷീർ മാസ്റ്റർ, അബ്ദുറഹ്മാൻ MK, അബ്ദുൽ കരീം PP എന്നിവർ ആശംസകൾ നേർന്നു. ഉദ്ഘാടന മത്സരത്തിൽ ബ്രസീൽ ചേരമംഗലൂരിനെ ക്ലബ്ബ് മിലാഷ് വാഴക്കാട് നേരിട്ടു. തുടക്കത്തിൽ ആക്രമിച്ച് കളിച്ചെങ്കിലും മിലാഷ് വാഴക്കാട് പിന്നീട് പ്രതിരോധത്തിൽ ഊന്നിയ കളി പുറത്തെടുത്തതോടെ ബ്രസീൽ ചേന്നമംഗലൂർ പതിയെ ആധിപത്യം പുലർത്തി. എതിരാളികൾ പല തന്ത്രങ്ങൾ പയറ്റിയെങ്കിലും അതൊന്നും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ മിലാഷിന് കഴിഞ്ഞില്ല. ഹാഫ് ടൈമിന് ശേഷം ഏകപക്ഷീയമായ 4 ഗോളുകൾ അടിച്ചാണ് ബ്രസീൽ ചേന്നമംഗലൂർ തങ്ങളുടെ മേധാവിത്വം പുലർത്തിയത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട മിലാഷിന് പിന്നീട് ആക്രമിച്ചു കളിക്കാൻ കഴിഞ്ഞതുമില്ല. ഉദ്ഘാടന ദിവസം കളിയിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ചേന്നമംഗലൂരിന്റെ ഹാഷിം മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടി. കളി ദിവസവും 8:30 തന്നെ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. Gold and Diamonds, Mavur, Puvattuparambur.